Hello my dear students, welcome to our online class. So anyway, for the last few lectures, we are dealing with the gradients and divergence and curves, right? Now, we are moving on to the next section, that is the curvilinear coordinates. Okay, in curvilinear coordinates, the most important and the first curvilinear coordinate that we are going to study is this SPC or spherical polar coordinates. Okay, we call it as SPC, right? Anyway, ഇത്ര നാൾ നമ്മൾ കണ്ടത് സാധാരണ നമ്മുടെ എക്സ് വൈ സെറ്റ് അല്ലെ, എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്, വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്, z ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് k ക്യാപ് അല്ലെ. എനി വെക്ടർ ഇൻ ദി 3-dimensional സ്പേസ് can be represented by using I, J, K. For example, if A is a vector, right? If A is a vector, I can represent this A by this AXI cap plus AY J cap plus AZ K cap. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ വെക്ടേഴ്സിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ റെപ്രസെന്റ് ചെയ്യാറ്? I hope you remember this notation. Okay, now we are moving on to the curvilinear coordinates where it has importance because കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചില സിസ്റ്റംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ് വൈ സെഡ് അല്ലെങ്കിൽ ഐ ജെ കെ എന്ന് പറയുന്ന അല്ലെ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ വെച്ചാൽ സോൾവ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ബിക്കം വെരി ടിഡിയസ് പ്രോസസ്, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് മാനിപ്പുലേഷൻസ് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് അവിടെ വരും. അതേസമയം നിങ്ങൾക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് എടുത്താൽ ചിലപ്പോൾ സിമെട്രി കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കും, റൈറ്റ്? അവിടെ നമ്മൾ കാർട്ടീഷ്യൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല, റൈറ്റ്? സോ യു നീഡ് ടു ചേഞ്ച് ഫ്രം കാർട്ടീഷ്യൻ ടു SPC. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ എടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കും, അത് അങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us. സോ നമ്മൾ കാർട്ടീഷ്യനിൽ നിന്നും അവിടെ എന്തിലേക്ക് ചാടുന്നുണ്ട്? SPCയിലേക്ക് ചാടുന്നുണ്ട്. ദാറ്റ് ഹെൽപ്സ് us to reduce the work or to reduce the its long steps, right? അപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളൊരു സിലിണ്ടറിക്കൽ പൈപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു, റൈറ്റ്? കാർട്ടീഷ്യനിലും കാണാം, ഓഫ് കോഴ്സ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ട്, ഇതിനുശേഷം നമ്മൾ പഠിക്കും, അത് ഉപയോഗിച്ചും കാണാം, റൈറ്റ്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ചില സ്ഥലങ്ങളിലെ സ്പെറിക്കൽ സിമെട്രി വരുന്ന സ്ഥലങ്ങളിലെ അല്ലേ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സിമെട്രി വരുന്ന സ്ഥലങ്ങളിലെ അവിടെയൊന്നും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ല നമുക്ക് ഏറ്റവും there is no problem in using Cartesian, but the process of doing problem and the process of tackling problem will be very difficult. Okay, in that cases we use SPC if it is easier for us, or otherwise we use cylindrical coordinate system, right? Which one is symmetrically possible there or helpful for us, or which one will helps us to reduce the പ്രോബ്ലത്തിന്റെ ടഫ്നെസ്, അത് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര നാൾ നമുക്ക് കാർട്ടീഷ്യൻ മതിയായിരുന്നു, ബട്ട് ഫിസിക്സിലെ പല പ്രോബ്ലമും നമ്മൾ SPCയിൽ വെച്ചാണ് ചെയ്യാറ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാർട്ടീഷ്യനും സ്പെറിക്കലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, റൈറ്റ്? സോ നമുക്ക് എന്തായാലും അതിലേക്ക് മൂവ് ചെയ്യാം, റൈറ്റ്? സോ ലിസൺ, ഞാൻ നമ്മുടെ യൂഷ്വൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒന്നുകൂടെ വരയ്ക്കാം, റൈറ്റ്? ലിസൺ, this is x, y and z. Okay, so this is my usual Cartesian coordinate system, no problem at all, right? Now listen, if suppose here is a point P, right, which is represented by coordinates x, y and z. Okay, P യിലേക്ക് ഞാൻ ഒരു പൊസിഷൻ വെക്ടർ വരച്ചാൽ ഇതാണ് വളഞ്ഞു പോയിട്ടുണ്ട്. Okay, so
This is the position vector to P. നമ്മൾ R എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലേ? We represent this vector by R. അല്ലേ? R നെ കാർട്ടീഷ്യനിൽ നമ്മൾ എങ്ങനെ എഴുതാം? Do you remember? Coordinate x, y, z അല്ലേ? So x I k plus y j k plus z k k. This is how we write this position vector R. That we know. Now I need to rewrite this equation, or now I want to transfer from Cartesian to SPC. How? Listen to me. I am going to explain that. Okay. അപ്പോൾ ആദ്യം SPCയിൽ നിങ്ങൾക്കുള്ള 3 കോർഡിനേറ്റ്സ് അതൊന്ന് പറയുന്നത് it is r, theta and phi. Okay. ഈ 3 ആളുകളാണ് x, y, z ന് പകരമായിട്ട് SPCയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. Okay. Where r is this position vector r. Okay. No problem. അപ്പോൾ r നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് P ആണ് എനിക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത്. സാധാരണ സ്പേസിൽ പറയുന്ന P എന്ന് പറയുന്ന പോയിന്റിന് x, y, z ആണ് കോർഡിനേറ്റിന് xi k plus yj k plus z k k എന്ന് റെപ്രസെന്റ് ചെയ്യും. റൈറ്റ്. ബട്ട് എനിക്ക് SPCയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ പോയിന്റ് P യുടെ ഏതൊക്കെ കോർഡിനേറ്റ് അറിയണം? യെസ്, പോയിന്റ് P യുടെ r കോർഡിനേറ്റ് എന്താണെന്ന് അറിയണം, തീറ്റ എന്താണെന്ന് അറിയണം, ഫൈ എന്താണെന്ന് അറിയണം. ഓക്കെ, r മനസ്സിലായി. അവിടത്തേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് r എന്ന് പറയുന്നത്. റൈറ്റ്. വാട്ട് ഈസ് തീറ്റ ആൻഡ് വാട്ട് ഈസ് ഫൈ? യെസ്, ലിസൺ. ശ്രദ്ധിക്കണേ, തീറ്റ എന്താണെന്ന് പറയാൻ പോവാം. ഓക്കെ, ഒന്നുമില്ല, അങ്ങോട്ട് മാറ്റിയത് വേറൊന്നുമില്ല. So theta is the angle between, yes, you can see here, theta is the angle between this r and z. Okay, actually the z എന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. This is the direction of measurement of theta. Okay, അപ്പോൾ ഈ ആംഗിൾ ആണ് ആര്? നിങ്ങളുടെ തീറ്റ. റൈറ്റ്. അപ്പൊ r പൊസിഷൻ വെക്ടർ ആണ്, തീറ്റ ഈ r പൊസിഷൻ വെക്ടർ z ഉമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഏത്? തീറ്റ. നിങ്ങൾക്ക് ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ ഈ r ഉം തീറ്റയും മതിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. r ഞാൻ ഫിക്സ് ചെയ്തു. റൈറ്റ്. അപ്പൊ ഈ ലെങ്ത് ഒരു വെക്ടറാ. പക്ഷെ ഈ ലെങ്ത് തന്നെ നമുക്ക് ഇങ്ങനെ വേണം റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ വേണം റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? ബട്ട് തീറ്റയും ഞാൻ ഫിക്സ് ചെയ്തു, അപ്പോ ഇങ്ങനെ കിട്ടി. റൈറ്റ്. ബട്ട് ആറും തീറ്റയും ഫിക്സഡ് ആക്കിക്കൊണ്ട് ഇങ്ങനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്തേ. അതായത് ഈ പോയിന്റ് പിടിച്ചിട്ട് z ആക്സിന് അറൗണ്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്തൂടെ? ആറും മാറൂല, അപ്പൊ ആറും മാറൂല, തീറ്റയും മാറൂല. അപ്പോ ആറും തീറ്റയും സെയിം ആയ കുറെ പോയിന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഏതോ ഒന്ന് മാത്രം P അല്ലേ? അപ്പൊ P നിങ്ങൾക്ക് കറക്റ്റ് പറയണമെങ്കിൽ 6 മാത്രം പോരാ, അല്ലെ 6ഉം തീറ്റയും മാത്രം മതിയോ? പോരാ. ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ ഈ 6 മാത്രം മതിയോ? മതിയാവോ? 6 ഈ മാത്രം മതിയോ? ഈ ഒരു 6 കൊണ്ട്, അല്ലെ ഈ ഒരു ലെങ്ത് ഉള്ള മാഗ്നിറ്റ്യൂഡ് ഉള്ള 6 കൊണ്ട് കുറെ ഇവിടെ ഒരു വെക്ടർ ഉണ്ടാവാം, ഇവിടെ വെക്ടർ ഉണ്ടാവാം. അങ്ങനെ ഈ സ്പേസിൽ എവിടെ ആണെങ്കിലും അല്ലെ നിങ്ങൾ എന്താക്കിയാൽ മതി? ഇവിടെ ഇങ്ങനെ ഒരു സ്പിയർ വരയ്ക്കുക. ഈ 6 റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സ്പിയർ വരച്ചാൽ ആ സ്പിയറിലുള്ള എല്ലാ പോയിന്റിലും പൊസിഷൻ വെക്ടർ എത്രയായിരിക്കും? 6 ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ വെറും ഒരു 6 കൊണ്ട്, 6 കോൺസ്റ്റന്റ് ആക്കി വെച്ചത് കൊണ്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് P എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യാവോ? ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത തീറ്റനെ എടുത്തു. 6ഉം തീറ്റയും കൊണ്ട് പറ്റുമോ? അങ്ങനെ നോക്കാം. അപ്പൊ അങ്ങനെയാവുമ്പോഴും പറ്റൂല എന്ന് മനസ്സിലായ. കാരണം ഇവിടെ ഇപ്പോ ഈ തീറ്റ ഫിക്സ്, 6 ഫിക്സ്. ബട്ട് ഇതിനെ പിടിച്ചിട്ട് z ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും കുറെ ഒരു സർക്കിളിൽ നിറയെ പോയിന്റ് ഉണ്ടാവും വിത്ത് r ആൻഡ് തീറ്റ കോൺസ്റ്റന്റ്. അപ്പൊ അപ്പോഴും നമുക്ക് ഈ ഒരു പോയിന്റ് മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെ കോർഡിനേറ്റ് വേണം. അതാണ് ഇത് ഫൈ എന്ന് പറയുന്നത്. അത് ഫൈ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇതിന്റെ പ്രൊജക്ഷൻ എടുക്കുക നിങ്ങളുടെ XY പ്ലെയിനിലേക്ക്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതിലെ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക്, അവിടെ എക്സിലേക്ക് നിങ്ങൾ അതിനെ, യെസ്, ഓക്കെ, ഇത് വൈയിലേക്ക്. നമുക്ക് ആ y ആക്സിസ് ഒന്ന് നീട്ടി വരയ്ക്കാം. ഇത് കുറച്ച് നീട്ടി വരച്ചോട്ടെ, നീളം പോരാ. റൈറ്റ്. സോ ഇവിടെ നോക്കുന്നത് ഞാൻ P എന്ന് പറയുന്ന പോയിന്റ് ഈ R എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ എടുത്തു കൊടുത്തേക്ക്. റൈറ്റ്. ആ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ യെസ്, അതാണിത് പ്രൊജക്ഷൻ. അപ്പോ വെക്ടർ ആറിന്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുത്തു. ഇതാണ് ആണല്ലോ ഈ പ്രൊജക്ഷൻ. R എന്ന് പറയുന്ന വെക്ടറിന്റെ ഈ പ്രൊജക്ഷൻ
എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാ? ലിസൺ വൺസ് മോർ. ഇതാണ് ആർ എന്ന് പറഞ്ഞ വെക്ടർ. അതിന്റെ പ്രൊജക്ഷൻ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ആണല്ലോ, ഇതാ എന്റെ കൈ നോക്കണം ശരിക്കും. ഇതാണ് ആറിന്റെ പ്രൊജക്ഷൻ ആണല്ലോ. ഈ പ്രൊജക്ഷൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതാണ് ഫൈ. ഓക്കെ, മൂന്നാമത്തെ ആംഗിൾ. ഓക്കെ, അപ്പൊ ഫൈ ഏതാ ആംഗിൾ? തീറ്റ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന വെക്ടർ സെഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെ. ഫൈ എന്ന് പറഞ്ഞാലോ ആറിന്റെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ, അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഏത്? ഫൈ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ നടുവ് കൂടെ വരച്ചിരിക്കുന്നതാണ് ആറിന്റെ പ്രൊജക്ഷൻ, അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫൈയും ആറും തീറ്റയും കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയി കിട്ടുക അല്ലേ? വേറെ പോയിന്റ് കിട്ടുമോ? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ മാറും. അപ്പൊ ഫൈയും കൂടെ ഫിക്സ് ആക്കിയാൽ ഒറ്റ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ യൂസിങ് ആർ തീറ്റ ആൻഡ് ഫൈ യു കൻ റെപ്രസെന്റ് എനി പോയിന്റ് ഇൻ യുവർ യൂഷ്വൽ 3-dimensional സ്പേസ്. ഓക്കെ, ഏതുപോലെ എക്സും വൈയും സെറ്റും കൊണ്ട് റെപ്രസെന്റ് ചെയ്ത പോലെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ മാറ്റണം. നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ആർ തീറ്റ ഫൈ. ഓക്കെ, ആ മൂന്ന് കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാ. ആർ എന്താണെന്നറിയാം, തീറ്റ അറിയാം, ഫൈ അറിയാം. ഓക്കെ, ചില കാര്യങ്ങളൂടെ നമുക്ക് ഇവിടുന്ന് പറയാനുണ്ട്. ഇതിനാ കാർട്ടീഷ്യൻ കോർഡിനേറ്റുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിക്കാനുണ്ട്. ഓക്കെ, ഒരു പണിയുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തത് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഞാൻ പറയാം. നിങ്ങൾ ഇവിടുന്ന് സെഡിലേക്ക് ഒരു പ്രൊജക്ഷൻ വരക്കുക. അപ്പൊ ഇതാണ് ഈ പോയിന്റിന്റെ, ഈ വെക്ടറിന്റെ സെഡ് അല്ലേ? നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന പോയിന്റ് ആര് ഉപയോഗിച്ചുകൊണ്ട് എക്സ് വൈ സെഡ്. അതിൽ സെഡ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് അല്ലേ? ഇതെന്താ ലെങ്ത്? ഇത് ആറ്. ഈ ആംഗിൾ തീറ്റയാണ്. ഇതെന്താ? ആർ കോസ് തീറ്റ അല്ലേ? അപ്പോ സെഡ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ സെഡ് ഈക്വൽ ടു എന്താണ്? ആർ കോസ് തീറ്റയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് തീറ്റയാണെങ്കിൽ ഈ വെക്ടർ ആർ ആണെങ്കിൽ അല്ലേ, ആറിന്റെ ഈ ആരായിരിക്കും? ആർ കോസ് തീറ്റ ആയിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ സെഡ്. അപ്പൊ സെഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി ഇത് ആർ കോസ് തീറ്റ ആണെങ്കിൽ ദിസ് ഈസ് സെഡ്. അതെന്താണ്? ആർ കോസ് തീറ്റയാണ്. ഇത് ആർ കോസ് തീറ്റ ആണെങ്കിൽ ഈ പ്രൊജക്ഷൻ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ആർ സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോളെ, ഇതാണ് എന്റെ വെക്ടർ അല്ലേ? അതിന്റെ ഈ വെക്ടർ ആറിന്റെ സെഡ് ആക്സിലേക്കുള്ള പ്രൊജക്ഷൻ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ആർ കോസ് തീറ്റയാണ്. അങ്ങനെയാണ് ഈ ആർ എന്ന് പറയുന്ന ആളുടെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഇത് ആർ കോസ് തീറ്റ ആണെങ്കിൽ ഇത് ആരായിരിക്കും? ആർ സൈൻ തീറ്റ ആയിരിക്കും. ദാറ്റ് വി നോ, റൈറ്റ്? അപ്പൊ ഇത് ആർ സൈൻ തീറ്റയാണ്. ഇനി നോക്കിക്കോ, വാട്ട് ഈസ് കോസ് ഫൈ? ഒന്ന് പറഞ്ഞു, വാട്ട് ഈസ് കോസ് ഫൈ? ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ കോസ് ഫൈ എന്താ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, ഈ സൈഡ്. ഇത് ഏതാ? യെസ്, എക്സ് കമ്പണന്റ്. അപ്പൊ എക്സ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആർ സൈൻ തീറ്റ. ഓക്കെ, വാട്ട് ഈസ് എക്സ് ദെൻ? പറ, എക്സ് എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇപ്പുറത്തെടുത്താൽ ആർ സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ആരുണ്ട്? കോസ് ഫൈ. well we got it. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കാം. എക്സ് കിട്ടി, എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ. ഇത് ഫൈ ആണ്. ഓക്കെ, ഇനി ഇത് മനസ്സിലോട്ടെ. now you find out sin phi. ഈ ആംഗിളിന്റെ സൈൻ, സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഇത് അല്ലേ? അത് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ സൈഡ് എന്ന് പറഞ്ഞാല്, ഈ സൈഡ് എന്ന് പറഞ്ഞാല് അത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് അല്ലേ? അത് ഏതാ? വൈ അല്ലേ? നമ്മുടെ സാധാരണ വൈ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, അത് ഇതാണ്. but that is equal to y divided by hypotenuse എന്താ? r sin theta. അപ്പൊ y കിട്ടി. എന്താ y കിട്ടുക? പറഞ്ഞോ, y സമം r sin theta കൊണ്ട് എടുത്താൽ r sin theta into sin phi.
സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് കിട്ടി z ഈക്വൽ ടു, നമുക്ക് ഇനി ഓർഡർ പറയാം, x ഈക്വൽ ടു r sin തീറ്റ കോസ് ഫൈ, y ഈക്വൽ ടു r sin തീറ്റ sin ഫൈ, z ഈക്വൽ ടു r കോസ് തീറ്റ. ഒരു പ്രയാസമില്ല, r എന്താ തീറ്റ എന്താ ഫൈ എന്താന്ന് അറിയാമെങ്കിൽ ഇത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ യാതൊരു പ്രയാസമില്ല. ഓക്കെ, ഈ ആളുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. നമുക്ക് അവസാനം വരെ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന കാലത്തോളം നമുക്ക് ആവശ്യമാണ്. ഡോണ്ട് ഫോർഗെറ്റ് മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. XYZ വരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്, അല്ലേ? ഒരു പണിയില്ലാത്ത പരിപാടിയാ. ഒരു ആറ് വരയ്ക്കുന്നു, പ്രൊജക്ഷൻ എടുക്കുന്നു. പ്രൊജക്ഷൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്, ശ്രദ്ധിക്കണേ, y അല്ല, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. പൊസിഷൻ വെക്ടർ r, തീറ്റ എന്താ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. കിട്ടി r തീറ്റ ഫൈ. ഇനി എന്താ പണി? ഇത് r ആണെങ്കിൽ ഇത് r കോസ് തീറ്റ, പ്രൊജക്ഷൻ r സൈൻ തീറ്റ, അത് നമുക്കറിയാം. അതിനകത്ത് സൈൻ ഫൈയും കോസ് ഫൈ ഒക്കെ കണ്ടാൽ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സും വൈ സെഡും കിട്ടും. റൈറ്റ്, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ലിസൺ സ്റ്റുഡൻസ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ എന്താ പറയുന്നത്? നമുക്ക് 6 XYZ അത് നമ്മുടെ കാർട്ടീഷ്യനും നിങ്ങളെ സ്പെറിക്കൽ കോർഡിനേറ്റ് തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഞാൻ ഫ്രം ഹിയർ r അറിയാം, തീറ്റ അറിയാം, ഫൈ അറിയാം. നിങ്ങൾക്ക് എക്സും വൈയും സെഡും അറിഞ്ഞാൽ പോരാ. എക്സിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്, വൈയുടെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആയിട്ടുള്ള ജെ ക്യാപ്, സെഡിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആയിട്ടുള്ള കെ ക്യാപ് അറിയണമായിരുന്നു, അല്ലേ? അതുപോലെ ഇവിടെ നിങ്ങൾ r തീറ്റ ഫൈ ഇതിന്റെ ഒക്കെ യൂണിറ്റ് വെക്ടേഴ്സ് അറിയണം. ഓക്കെ, ആസ് ഗിവൺ ബൈ, നോക്കണേ, വലിയൊരു വ്യത്യാസം, കാർട്ടീഷ്യനുമായിട്ടുള്ള വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാവും. എന്നെ ഫോളോ ചെയ്യാം. അതായത് r ഇൻക്രീസ് ചെയ്യുക എങ്ങോട്ടേക്കാ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ r ഇൻക്രീസ് ചെയ്യുക, ആ ഡയറക്ഷനിലാണ് r ഡയറക്ഷൻ, r ക്യാപ്പിന്റെ ഡയറക്ഷൻ. അതായത് യൂണിറ്റ് വെക്ടർ r ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നിങ്ങളുടെ ഈ പൊസിഷൻ വെക്ടർ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാം. റൈറ്റ്, അപ്പൊ ഏതാണ് ഈ ഐ ക്യാപ്പിന്റെ ഡയറക്ഷൻ, ജെ ക്യാപ്പിന്റെ, സെറ്റ് ക്യാപ്പിന്റെ നമുക്കറിയായിരുന്നു. അതുപോലെ ഇവിടെ r ആണ് കോർഡിനേറ്റ്, അപ്പൊ r ക്യാപ്പിന്റെ ഡയറക്ഷൻ അറിയണം, തീറ്റ ക്യാപ്പിന്റെ അറിയണം, ഫൈ ക്യാപ്പിന്റെ അറിയണം. ഓക്കെ, അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇനി തീറ്റ ഇൻക്രീസ് ആവുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോ ഈ ഡയറക്ഷൻ ആണ് ആര്? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ഫൈ ഇങ്ങോട്ടേക്കാണ്. റൈറ്റ്, സോ ഇതാണ് ഏത്? ഫൈ ക്യാപ്പ്. ഓക്കെ, അപ്പോ ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ്, 3 യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈ ക്യാപ്പ് ഇങ്ങോട്ടേക്കാണ്, അപ്പോൾ ആ ഡയറക്ഷൻ ആണ് ഫൈ ക്യാപ്പിന്റെ, ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് നിന്ന് പ്രൊജക്ഷനിലേക്കാണ്, അപ്പോൾ ആ ഡയറക്ഷൻ ആയിരിക്കണം ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ. 6 പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ, അപ്പോൾ അത് ഇൻക്രീസ് ആവുന്ന ഡയറക്ഷൻ ആയിരിക്കണം ആർ ക്യാപ്പിന്റെ. തീറ്റ എന്ന് പറഞ്ഞാൽ സെഡ് നിന്ന് ആറിലേക്കുള്ള ആംഗിൾ ആണ്, നോക്കുക. അപ്പോൾ ആ ഡയറക്ഷൻ ആയിരിക്കണം ആര്? തീറ്റ ക്യാപ്പിന്റെ യൂണിറ്റ്, തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ, അതായത് തീറ്റയുടെ യൂണിറ്റ് വെക്ടർ ആയിട്ടുള്ള തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുവാണ്. ഇനി എക്സ് ക്യാപ്പ്, സോറി, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, സെറ്റ് ക്യാപ്പ്, അതിന്റെ ഡയറക്ഷൻ എപ്പോഴും മാറുന്നുണ്ടോ? നിങ്ങൾ സ്പേസിൽ ഒന്ന് ഇവിടെ നോക്കണേ. ഇതാണ് ഐ ക്യാപ്പ്, ഇതാണ് ജെ ക്യാപ്പ്, ഇതാണ് കെ ക്യാപ്പ്. ഈ പോയിന്റ് എടുത്തു, ഐ ഡയറക്ഷൻ, ജെ ഡയറക്ഷൻ, കെ ഡയറക്ഷൻ മാറ്റണ്ടോ? ഈ പോയിന്റ് എടുത്തിട്ട്, ഓക്കെ, ഈ പോയിന്റ് എടുത്തിട്ട് ഞാൻ പൊസിഷൻ വെക്ടർ വരച്ചു R1. അടുത്തൊരു പോയിന്റ് ഇവിടെ എടുത്തു, ആ പൊസിഷൻ വെക്ടർ R2. നിങ്ങൾ R1നെയും R2നെയും നമുക്ക് എന്ത് ചെയ്താം? ഐയുടെ, ജെയുടെ, കെയുടെ ടേമിൽ എഴുതാം. ആ സമയത്ത് എഴുതുമ്പോ ഐയുടെ, ജെയുടെ, കെയുടെ ഡയറക്ഷനിൽ മാറ്റം ഉണ്ടോ? നിങ്ങൾ R1 എഴുതുമ്പോ ഇപ്പൊ x1 ഐ ക്യാപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് തന്നെയാണ്, മാറ്റമില്ല. ഇനി y1 ജെ ക്യാപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ, പ്ലസ് z1 കെ ക്യാപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് തന്നെയാണ്. ഇനി അടുത്ത R2 എഴുതുമ്പോ x2 ഐ ക്യാപ്പ്, അപ്പോഴും ഐ ക്യാപ്പ് ഇതേ ഡയറക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏത് പോയിന്റ് എടുത്ത് നിങ്ങൾ പൊസിഷൻ വെക്ടർ വരച്ചാലും, സോറി, ഏത് പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്താലും അവിടെ ഐ ക്യാപ്പിന്റെയും ജെ ക്യാപ്പിന്റെയും സെറ്റ് ക്യാപ്പിന്റെയും ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി 1 ആണ്, ഡയറക്ഷനും കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഐ ക്യാപ്പിനെ, ജെ ക്യാപ്പിനെ, കെ ക്യാപ്പിനെ നിങ്ങൾക്ക് ഇന്റഗ്രേഷനെ പുറത്തെടുക്കായിരുന്നു. ബിക്കോസ് ദേ ആർ കോൺസ്റ്റന്റ്സ്, ദേ ഡോണ്ട് വേരി, അവർക്ക് മാറ്റമില്ല. ഏത് പോയിന്റ് എടുത്താൽ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് സെയിം ആണ്, നോ ചേഞ്ച് അറ്റ് ഓൾ. അതുപോലെയാണോ ഇവിടെ? ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ് അതുപോലെയാണോ? നോക്കുക നിങ്ങൾ. ഈ പോയിന്റ് വരെ ഇവിടുത്തെ പോയിന്റ് ആണെങ്കിൽ
തീർച്ചയായിട്ടും ഇവിടെ പോയിന്റ് എടുത്താൽ Z എന്ന് നോക്കണേ, എൻ്റെ XYZ ലാണ് പോയിന്റ് ഇവിടെയാണത്. ഇതിന്റെ ടിപ്പാണ് പോയിന്റ് തിരിയായിരിക്കും. അപ്പോൾ Z എന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ ഇതാണ് ഏത് തീറ്റ ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ് തീറ്റ ഗ്യാപ്പ് ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ തീറ്റ ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്കാ അല്ലേ, ഡയറക്ഷൻ മാറി. ഫൈൻ, ഇവിടെ ഇപ്പൊ ഇങ്ങനെയല്ലേ ഉള്ളത്, റൈറ്റ്. ഈ ഡയറക്ഷനാണ് തീറ്റ ഗ്യാപ്പിലുള്ളത്. ബട്ട് ഇവിടെയോ ഇങ്ങോട്ടേക്കാണുള്ളത്. അപ്പോൾ തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ മാറി. അതുപോലെ ആർ ക്യാപ്പിന്റെ ഫൈ ക്യാപ്പിന്റെ വെറുതെ നിങ്ങൾ തീറ്റ ക്യാപ്പൊക്കെ ആലോചിക്കുന്ന പകരം ആർ ക്യാപ്പ് എന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പൊസിഷൻ വെക്ടർ ആർ ഇതാന്ന് വിചാരിക്കും. ഇതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ഇവിടെയാണെങ്കിൽ ഇതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ഇനി ഇവിടെയാണെങ്കിലോ ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. സോ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും അവിടെ ആർ ക്യാപ്പിന്റെയും തീറ്റ ക്യാപ്പിന്റെയും ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ IJK അതുപോലെയുള്ള കോൺസ്റ്റന്റ് വെക്ടേഴ്സ് അല്ല, കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടേഴ്സ് അല്ല ആര് ആർ ക്യാപ് തീറ്റ ക്യാപ് ഫൈ ക്യാപ്. അവരുടെ ഡയറക്ഷനിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ IJK പുറത്തെടുത്ത പോലെ നിങ്ങൾക്ക് കണ്ണും കൂട്ടി ആർ ക്യാപ് തീറ്റ ക്യാപ് ഫൈ ക്യാപ്പിനെ പുറത്തെടുക്കാനാവില്ല. അത് നമ്മൾ പ്രോബ്ലം ഡിപ്പെൻഡ് ആയിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം, ഇവിടെ ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇതാണ് എന്റെ പൊസിഷൻ വെക്ടറെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്കാണ് ആർ ക്യാപ് ഡയറക്ഷൻ. അതുപോലെ തീറ്റയും ഫൈയും മാറുന്നുണ്ട്. ഓക്കെ, സോ ബട്ട് ഇവിടെ അങ്ങനെയല്ല. പൊസിഷൻ വെക്ടർ ഇതാണെങ്കിലും ഐ ക്യാപ് ഇങ്ങോട്ടേക്ക് തന്നെ, പൊസിഷൻ വെക്ടർ ഇതാണെങ്കിലും ഐ ക്യാപ് ഇങ്ങോട്ടേക്ക് തന്നെ. നോ ചേഞ്ച് അറ്റ് ഓൾ. ദീസ് ആർ കോൺസ്റ്റന്റ് വെക്ടേഴ്സ് ബട്ട് ആർ ക്യാപ് തീറ്റ ക്യാപ് ഫൈ ക്യാപ് ആർ നോട്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ നമ്മുടെ സ്പെറിക്കൽ പോളാറും നിങ്ങളുടെ കാർട്ടീഷ്യനും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയതുമായിട്ടുള്ള വ്യത്യാസം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചർ ഓൾസോ. ഇവിടെ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിനെ മൈൻഡ് ചെയ്യേണ്ട കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം നമുക്ക് സൃഷ്ടിക്കില്ല. പക്ഷേ ആർ ക്യാപ് തീറ്റ ക്യാപ് ഫൈ ക്യാപ് പോയിന്റ് അനുസരിച്ച് മാറുന്നതുകൊണ്ട് ഇൻ മെനി പ്രോബ്ലംസ് ദാറ്റ് വിൽ മേക്ക് ബിഗ് ഇഷ്യൂ. ബട്ട് ആ ബട്ടിന് പ്രാധാന്യമുണ്ട്. എന്താ പറയുക, പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെയൊക്കെ ഡയറക്ഷൻ മാറി മാറി വരാൻ പറ്റുന്ന ആളാണെങ്കിലും പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്സിലെ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു പ്രയാസവും സൃഷ്ടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വ്യത്യാസം നമുക്കൊരു പ്രശ്നമേ അല്ല. റൈറ്റ്, പ്രോബ്ലം മനസ്സിലാക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു കീറാ മുട്ടിയായി മാറും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ഇനി SPC പറയാനുണ്ട്. അതിനുശേഷം സിലിണ്ടറിക്കൽ പിന്നെ ഒരു ഗോസിയൻ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, സോ വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഇത്രയും കാര്യം ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.